കണിച്ചുകുളങ്ങരയ്ക്ക് നമസ്കാരം. വലിയ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. ആലപ്പുഴയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് നടത്തിയിട്ടുള്ള സ്ഥലം. ആലപ്പുഴയുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് KC വേണുഗോപാലും ഞാനും കൂടെ പഠിച്ച എൻ്റെ ബന്ധു കൂടിയാണ്. പാഞ്ചജന്യം ഭാരതം ഞാൻ PJB എന്നാണ് പറയാറ്. നടത്തുന്ന ശ്രീരാമസാഗരം SRS കണിച്ചുകുളങ്ങരയിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ടായി. എൻ്റെ അടുത്ത സുഹൃത്താണ് മന്മഥൻ, ഇവിടെ ഇരിക്കുന്നുണ്ട്. അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് SNൻ്റെ ട്രെയിനിങ് കോളേജിൽ ക്ലാസ് എടുക്കാനും അന്ന് മന്മഥൻ്റെ വീട്ടിൽ പോവുകയും ഞാൻ SN എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയപ്പോഴാണ് ആദ്യമായിട്ട് പയ്യന്നൂർ വെച്ച് ഞങ്ങൾ കാണുന്നത്. ഡൽഹിയിൽ 2 വർഷത്തോളം ഉള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോ കണ്ടുപിടിച്ചത് RR നായരാണ്, ഞാൻ നമ്പ്യാരാണെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡൻ്റായി ആ സമയത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റായിട്ട് ജീവിക്കുന്ന കാലത്തും ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവും ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് 2009 നിന്ന് പടിയിറങ്ങുമ്പോൾ ഞാൻ ഇപ്പം ദേവൻജിയോട് പറയുന്നു, 1 മില്യൺ കുട്ടികളെ, 1 മില്യൺ ടീച്ചേഴ്സിന്, 1 മില്യൺ പാരൻസിന്, എൻ്റെ പേരും TPS എന്നാണ്, ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ്. ഞാൻ ജിയും കൂടി ആഡ് ചെയ്തു, ഗ്രാൻഡ് പാരൻസ്. അപ്പം ഞാൻ TPSG എന്നുള്ളൊരു ഓർഗനൈസേഷനുണ്ട് എനിക്ക്, ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷനാണ്. ജയൻജിയോട് പറയായിരുന്നു, കണിച്ചുകുളങ്ങര എന്ന് പറഞ്ഞ് കുളിച്ച് കരയിലെത്തിയ ആദിപരാശക്തി എന്ന ദേവിയുടെ കഥ. ആദിപരാശക്തി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. എൻ്റെ 40 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 20 ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ആദിപരാശക്തി ആണ് വിഷ്ണുവിനെ വിഷ്ണുവും ശിവനെ ശിവനും ബ്രഹ്മാവിനെ ബ്രഹ്മാവുമാക്കി മാറ്റിയത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഭദ്രകാളിയുടെ രൂപം ദേവീ സങ്കല്പങ്ങളിൽ ദശമഹാവിദ്യ എന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട്. മഹാവിദ്യകളുടെ സങ്കല്പങ്ങളുടെ സമുച്ചയത്തിലാണ് നമ്മൾ ധർമ്മ അധിപനായ രാമൻ്റെ, ശ്രീരാമൻ എന്ന് പറയുന്ന മഹാകഥാപാത്രത്തിൻ്റെ കേരളത്തിൽ മാത്രമുള്ള, ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്, കർക്കിടകമാണോ സനു ഉണ്ട് ഇവിടെ, സനുവും സംസാരിച്ചു നമ്മളോട്. കർക്കിടകമാണോ കുറച്ച് ജ്യോതിഷത്തിലും വാസ്തുവിലും ഒക്കെ മഹാഗുരുക്കന്മാരുടെ ശിഷ്യനാവാനുള്ള ഭാഗ്യം കിട്ടിയ അറിവുകൊണ്ട് കർക്കടക രാശിയും കർക്കടക ലഗ്നവും, അതുകൊണ്ടാണ് ചില പ്രിന്റിലൊക്കെ കർക്കടകം, മലയാളത്തിൽ കർക്കിടകം, കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സയും ഒക്കെയാണ്. ആ കർക്കിടക മാസം കറുപ്പിൻ്റെ മാസമായിരുന്നു. ദോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു ലോകത്തെ ഏറ്റവും വലിയ മഹാഗ്രന്ഥമായിട്ട് നമ്മളിപ്പോൾ കലികാലത്തിലാണ്. 4,32,000 വർഷങ്ങളാണ് കലികാലം. അതിൽ 1000-ൽ ചില്ലാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ. അതിനു മുമ്പുള്ള ദ്വാപരയുഗം എന്ന് പറയുന്നത് 2 മടങ്ങ് കലികാലം. ഇപ്പോൾ 4,64,000, 12,96,000 ത്രേതായുഗം. അപ്പോൾ നമ്മൾ രാമായണത്തിൻ്റെ കഥ പറയുമ്പോൾ ചുരുങ്ങിയത് 12 മുതൽ 16 ലക്ഷം വർഷങ്ങളെങ്കിലും പഴക്കമുള്ള കഥയാണ് എന്നോർക്കണം. ഫിജിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാമായണത്തിൻ്റെ ഒരു കോൺഫറൻസ് 15 രാജ്യങ്ങൾ കൂടെ നടത്തുമ്പോൾ ഭാരതത്തെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ട് ഞാനുണ്ടായിരുന്നു. നമുക്കറിയാം, രാമൻ എന്ന് പറയുന്നത് രാമൻ്റെ കാലശേഷം എഴുതിയ ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായത്തിലും 2ാമത്തെ അധ്യായത്തിലൊക്കെ സീതയുടെ അച്ഛനെയാണ് റെഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല കർമ്മിയായിട്ട്. ജനക മഹാരാജാവാണ് ഏറ്റവും നല്ല കർമ്മി എന്നാണ്.
ഞാൻ കർമ്മത്തിൻ്റെ കാര്യത്തിൽ ജനകനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സർപ്പങ്ങളുടെ കൂട്ടത്തിൽ വാസുകിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ രാമനെ പറയുന്ന സമയത്ത് വലിയ മൂച്ചൊന്നും കാണാനില്ല. വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. 2-3 കാരണങ്ങളുണ്ട്. ജന്മജന്മാന്തരങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന കഥകളിൽ രാമൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു മഹാപുരുഷനാണ്, അതിനേക്കാളും മഹാരാജാവാണ്. കുറേ കുറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചെയ്യാൻ പാടില്ല എന്ന് സാധാരണക്കാരൊക്കെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിലൊക്കെ കവിഞ്ഞ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയാറുണ്ട്. നമ്മൾ സയൻസിൽ അങ്ങനെയാ പറയാം, എന്തിനാ ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് അന്വേഷിക്കുമ്പോൾ ചില സമയത്ത് സാത്വികതയിൽ നിന്നും താമസികതയിലേക്ക് പോകാൻ വേണ്ടി രാജസികതയുടെ കൂട്ടുപിടിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേവീ സങ്കല്പത്തിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു കൈകൊണ്ട് ആശീർവാദവും മറ്റേ കൈയിൽ ആയുധവും എടുക്കുന്ന ഭഗവതി ഭഗവാന്മാരെ നമുക്ക് കാണാം. അഗ്രതശ്ചതുരോവേദ പൃഷ്ഠജ ശശരം ധനുർ എന്നാണ്. അപ്പൊ എവിടെ കാച്ചണോ അവിടെ കാച്ചിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ അറിവ് നമ്മുടെ ഓരോ മനസ്സിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ സങ്കല്പം. പക്ഷെ ഒന്നും അവനവന് വേണ്ടിയായിരുന്നില്ല എന്നാണ്. സനാതന ധർമ്മം പറയുന്ന സമയത്ത് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് പഠിപ്പിച്ചിട്ടുള്ള കാര്യം 2 കാര്യം കൊണ്ട് തീർക്കാം സനാതന ധർമ്മം. ഒന്ന് ഇഷ്ടകർമ്മവും മറ്റൊന്ന് പൂർത്തകർമ്മവും. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നിയാത്മ. ഇഷ്ടകർമ്മങ്ങൾ ചെയ്താൽ അവനവൻ്റെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മാത്രമേ പൂർത്തകർമ്മങ്ങളാവുള്ളൂ. അത്തരം പൂർത്തകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് സാധിക്കില്ല, കൂട്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ഇത്തരം കൂട്ടായ്മകൾ എന്തിനാണ്, നമ്മൾ എന്തിനാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ എന്തുകൊണ്ട് വാനരന്മാരുടെ കൂട്ടുപിടിച്ചു എന്നത് നമുക്കൊരു ഫലമായ ഉത്തരം തരുന്നൊരു മാർഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ക്ലിയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു രാമൻ എന്തിനാണ് പഠിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. പ്രഭാഷണങ്ങളുടെ പരമ്പരകളാണ് ഈ ഒരു 10-40 ദിവസം. അത് രാമായണം തുടങ്ങിയാലും രാമായണം കഴിഞ്ഞാലും ഓണം കഴിഞ്ഞാലും ഓണം തുടങ്ങിയാലും ഒക്കെ ഉണ്ടാവും. കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ചു രാമായണത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങളുടെയും അർത്ഥം ചോദിക്കുമ്പോൾ നമുക്ക് പലർക്കും അതിൻ്റെ ആഴങ്ങളുള്ള അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുള്ള വാസ്തവം പറയാതിരിക്കാൻ കഴിയും. ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് ഇന്ത്യയുടെ വെളിയിലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ രാമായണ പാരായണം കഴിഞ്ഞു. എൻ്റെ പ്രഭാഷണമായിരുന്നു ഓൺലൈൻ. പാരായണത്തിൽ പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാഹിമാം പാഹിമാം രാമരാമ പാഹിമാം എന്നാണ്. ഗുരുവായൂരടുത്ത് നടന്നൊരു പ്രോഗ്രാമിൽ രാമരാമ പാഹിമാം എന്നാണ് ടൈറ്റിൽ പോലും. ഞാൻ ഓർഗനൈസ് ചെയ്ത ആ ഗ്രൂപ്പിലുള്ള 2 കുട്ടികളോട് ഞാൻ ചോദിച്ചു, പാഹിമാം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അറിയില്ല. നമ്മൾ വെറും കാണിച്ചു കൂട്ടലുകൾ മാത്രമായി അർത്ഥങ്ങൾ തേടാതെ കാതൽ മനസ്സിലാക്കാതെ ആഘോഷങ്ങൾ മാത്രം നടത്തിപ്പോകുന്ന ഒരു ലോകമാണ്. നമ്മുടെ അടുത്ത ജനറേഷൻസിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് വായ്പാട്ടുകളല്ല, താരാട്ടുകളല്ല. അർജുനൻ എന്ന നല്ല ഒരു സ്റ്റുഡൻ്റാണ് ഭഗവത്ഗീത എഴുതാൻ കാരണക്കാരൻ എന്ന് പറയും. കൃഷ്ണനല്ല. കൃഷ്ണനോട് ചോദ്യങ്ങളില്ലെങ്കിൽ ഉത്തരങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ അധിപനായിട്ടിരിക്കുമ്പോൾ 14,000 പിള്ളേരുണ്ട്. ഒരാൾക്കും ഒരു ചോദ്യവും ഉണ്ടാവില്ല. നമ്മൾ എന്തിനാ ഇത് പഠിപ്പിക്കണം എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുന്നത്. ലോകത്തിൻ്റെ പോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നല്ലതല്ല. പണ്ട് ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 രഥമുണ്ട്, ഏറ്റവും റിച്ച് ആയിട്ടുള്ള രാജാവാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അയോധ്യ യുദ്ധം നടക്കാത്ത സ്ഥലമാണ്. രാമൻ എന്ന പ്രീ ഡിഗ്രിക്കാരൻ സീതയുടെ ഹസ്ബൻഡ് ആവുന്നതിന് മുമ്പ് ആ ടീനേജ് പ്രായത്തിൽ അച്ഛനോട് ബഹുമാനം കുറഞ്ഞ അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് രാമൻ നല്ലൊരു മെൻറ്ററായ വസിഷ്ഠൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത്. ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റും കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ആദ്യ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഞാൻ വെസ്റ്റേൺ സയൻസ് ആണ് പഠിച്ചതെങ്കിലും ഞാൻ പറയാറുള്ളത് യോഗവാസിഷ്ഠമാണ് ആദ്യത്തെ സൈക്കോളജി പുസ്തകമെന്നാണ്. രാമൻ അച്ഛനെ ബഹുമാനിക്കാത്തതിന് കാരണം തേടിപ്പോവുകയല്ല ചെയ്തത്, നല്ലൊരു മെൻറ്റർ എടുത്ത് നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞേക്കുകയാണ് ചെയ്തത്. അപ്പോൾ യോഗവാസിഷ്ഠം എന്ന രാമായണത്തിൻ്റെ ഭാഗം മലയാളികൾക്കത്ര പരിചയമുണ്ടാവില്ല.
പക്ഷേ അതാണ് ഏറ്റവും നല്ല സൈക്കോളജി പുസ്തകം. അതിന് ട്രാൻസ്ലേഷൻസ് ഒക്കെ മലയാളത്തിൽ കുറവാണ്. കുറച്ചവിടെ ഇവിടെയൊക്കെ പഠനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഭൂമാനന്ദ സ്വാമിയാണ് അത് നന്നായിട്ട് വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാനൊക്കെ ഭാഗ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ ശ്ലോകത്തിൽ ഭൂമാനന്ദ സ്വാമി അത് പറഞ്ഞു തീർക്കും. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനുചർമ്മ സ്തുതൈവ ഭൂഹു എന്നാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ സന്തോഷം വേണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. കാലിൽ ലെതർ ചെരുപ്പിട്ടാൽ നടക്കുന്നിടത്തൊക്കെ ലെതർ കാർപ്പറ്റ് ഉള്ളത് പോലെ തോന്നും. അതുകൊണ്ട് ലോകം നന്നാവണമെങ്കിൽ നമ്മൾ നന്നായാൽ മതി എന്ന വലിയൊരു ശാസ്ത്രം രാമനെ പഠിപ്പിക്കുന്നത് വസിഷ്ഠനാണ്. ആ പഠനമാണ് 18 ദിവസത്തെ മെന്ററിംഗ് ആണ് കൃഷ്ണൻ അടുത്ത ജന്മത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ഞാൻ പാതി ദൈവം പാതി. നമുക്ക് മക്കൾക്ക് കൊടുക്കാനുള്ളത് ആ പാതിയാണ്. ആ പാതി ഇന്നത്തെ മക്കൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഓഡിയൻസിൽ വളരെ കുറച്ച് മാത്രം. ഉച്ചയ്ക്ക് ശേഷം വിദ്യുത് സഭയുണ്ട് കുട്ടികൾക്കുള്ളത്. പക്ഷെ ഒരാളെയും നമ്മൾ കാണാനില്ല. മിക്കവാറും സ്ഥലങ്ങളിൽ അവർക്കുള്ള താല്പര്യം കുറഞ്ഞു. ഗുരുവായൂർ ഒരു പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഒരു മാഷാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ടോപ്പിക്ക്. മാഷ കൊണ്ടുപോയത് റിട്ടയറായി. കഴിച്ച് വീട്ടിലെ മക്കൾ എന്താ വരാത്തത്, അവർക്ക് വേറെ പണിയുണ്ടെന്ന്. അപ്പോൾ മാഷ്ക്ക് പണിയില്ലാത്തതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണിയില്ലാത്തതുകൊണ്ട് വന്നിരിക്കുന്നവരുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അതിന് പകരം പണിയെടുക്കാൻ യോഗ്യതയുള്ളവരെ അതാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് മാറ്റം. ഇന്നൊരു സൺഡേ ആയിട്ട് പോലും ഇവിടെ നമ്മൾ ചെറുപ്പക്കാരെ ആരെയും കാണുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് പേര് ഒഴിച്ചാൽ സ്റ്റേജിലിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ ഒഴിച്ചാൽ ബാക്കി ആരെയും ചെറുപ്പക്കാരെ കാണാനില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ മക്കളെപ്പോലും അതിന് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ദാരിദ്ര്യം. നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചോളൂ. ജനങ്ങളില്ലാത്തത് കൊണ്ടല്ല, ലോകത്തിൽ 5 പേരിൽ ഒരാൾ 15 വയസ്സിനും 24-30 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ ഭാരതത്തിലാണ്. അപ്പൊ എത്രയോ യുവാക്കളുള്ളൊരു നാട്ടിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ട് നമ്മൾ ഇവർക്ക് അവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം, അതാണ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. അതില്ലെങ്കിൽ ഇത്തരം മേളകളൊക്കെ വെറും മേളകളായിട്ട് അവസാനിക്കുമെന്ന് പരിതാപകരമായ അവസ്ഥയാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ബാക്കിയുള്ള ഭാഗം എന്താണ് യുവാക്കൾക്ക് ചെയ്യാൻ പറ്റുക, ഭാരതത്തിൻ്റെ ഭവിഷ്യത്ത് എവിടേക്കാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സനലിനോട് പറയേണ്ടായി, നമ്മൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവൻജിരിക്കുന്നോട് പറയാം. രാമായണത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമ 1956 മുതൽ രാമൻ എന്ന കഥയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രാമായണത്തിലെ കഥാപാത്രങ്ങളെ എടുത്തിട്ട് സിനിമയിൽ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഭരതം എന്ന സിനിമയിലൊക്കെ രാമായണത്തിൻ്റെ പാട്ടുകൾ. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എന്നോട് പറഞ്ഞു, ഒരു എപ്പിസോഡ് അതുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് ഫുൾ ടൈം, ഹാഫ് ആൻ അവർ, സിനിമ ബേസ്ഡ് രാമായണം മാത്രം. ചിക്കാഗോയിൽ അമേരിക്കയിൽ രാമായണത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ തീം തന്നെ സിനിമയിൽ രാമായണം എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അവിടെ കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെ, കാത്തിരിപ്പിൻ്റെ ആയാലും ഡിസാസ്റ്ററിൻ്റെ ആയാലും ബുദ്ധിമുട്ടുകളുടെ ആയാലും കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയുടെ ആയാലും ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിലുള്ള ബന്ധമാണ് ഭരതത്തിലൊക്കെ നെടുമുടി വേണുവും മോഹൻലാലും ഒക്കെ കാണിക്കുന്നത്. അത്തരം ബന്ധങ്ങളിൽ ശിഥിലം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ രാമായണം എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്നതാവണം രാമായണത്തിൻ്റെ പുനർവാചനം. ആ പുനർവായനയ്ക്ക് വേണ്ടിയിട്ടാവണം എവിടെയാണോ ഒരു കിളിയെ അമ്പെയ്ത് കൊന്ന് രാമായണം തുടങ്ങുന്നത്, മാനിഷാദ അങ്ങനെ അല്ലെങ്കിലും അവിടെ മാ എന്ന് പറയുന്ന അമ്മയെ വിളിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഇന്റർപ്രിട്ടേഷൻ മാനിഷാദ കിളിയെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആ കിളിയെ തന്നെ ജന്മം കൊടുത്തുണ്ടാക്കിയിട്ട് കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന എഴുത്തച്ഛൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മരണത്തിലല്ല തുടങ്ങേണ്ടത്, കിളികൾ കഥ പറയുന്ന തരത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടും അത് മലയാള ഭാഷയ്ക്ക് ഉദാത്തമായ സംഭാവനകൾ നൽകിയത് കൊണ്ടും മാത്രമാണ് ഭാഷയുടെ പിതാവ് എന്ന ഒരു പദവി വെറും ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കൊടുത്ത് ഇന്നും നമ്മൾ ആചരിച്ചു പോകുന്ന രാമായണ മാസത്തിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെയാണെന്ന് നമ്മൾ അറിയണം. യൂസഫ് അലി കേച്ചേരി എന്ന മഹാകവി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടായി, അങ്ങ് എങ്ങനെയാണ് ഇത്ര സുലഭമായിട്ട് മലയാളത്തിൽ കവിതകൾ എഴുതുന്നത്? അപ്പോൾ പറയണ്ടായി, എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ എഴുത്തച്ഛൻ കളിച്ചു നടക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ്റെ പുസ്തകമാണ് എൻ്റെ കൂടെ കളിക്കൂട്ടുകാരായി ഉണ്ടായിരുന്നതെന്നാണ്. നമുക്ക് അത്തരം കളിക്കൂട്ടുകാരില്ല, വായന പോയിരിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ വായന കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്, അല്ലാതെ രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല.
അത്തരം ചിന്തകളിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പലതും അതിൻ്റെ ഫലം കാണാതെ പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ശ്രീരാമസാഗരം എന്ന ഗ്ലോബൽ ഫെസ്റ്റിവൽ, കഴിഞ്ഞ വർഷമാണല്ലോ ഗ്ലോബൽ ഫെസ്റ്റിവൽ ആയത്, ഇതിന് മുമ്പ് ചെയർമാനായിട്ട് ഉണ്ടായിരുന്നതാണ് തിരുമേനി. ആ തിരുമേനിക്ക് ശേഷം ഞാൻ ചെയർമാനായി എന്നുള്ളത് ഈ RR നായർജിയൊക്കെ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് കാരണക്കാരായ പലരും ഉണ്ടാവും പിന്നിൽ. ഈ ഒരു സംഘടനയ്ക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സങ്കല്പിക്കാവുന്നതിലധികം സ്കോപ്പുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഓറിയന്റേഷൻ നല്ലപോലെ വേണം. അതിനുള്ള സംഘാടന പാഠവും വിനോദൊക്കെ നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും, ഇപ്പൊ വിനോദ് പറഞ്ഞത് കണിച്ചുകുളങ്ങരക്ക്, അല്ലെങ്കിൽ ശ്രീകുമാർജി പറഞ്ഞത് കണിച്ചുകുളങ്ങരക്ക് എന്ത് തരുമെന്നാണ്. കണിച്ചുകുളങ്ങര ലോകത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് സാധിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അമ്മയുടെ നാട്ടിലാണ്. അമ്മയാണ് മക്കൾക്ക് ശാസ്ത്രം പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുള്ള എല്ലാ സംഭവങ്ങളും നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും നന്ദിയും നമസ്കാരവും. ഈ ഒരു വലിയ പ്രോഗ്രാമിന് എല്ലാ ഗുണവും ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ മഹാ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻജിക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ദേവൻജിയുടെ ഈ ഒരു പ്രസൻസ് ഈ ഒരു പ്രോഗ്രാമിന് വലിയ മുന്നേറ്റം തരാൻ സാധിക്കുമെന്നും രീതിയിലുള്ള പലരുടെയും പേര് പറയണമെന്നുണ്ട്. അതിനൊന്നും സമയം ഞാൻ കളയുന്നില്ല. അവരെയൊക്കെ നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. രാജ്യത്തെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ പാഞ്ചജന്യം ഭാരതവും ജനം ടിവിയും സംയുക്തമായി സംഘടിപ്പിച്ച ശ്രീരാമസാഗരത്തിന് സമാപനമായി. ആലപ്പുഴ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പാഞ്ചജന്യം ഭാരതം ഏർപ്പെടുത്തിയ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് നൽകി ആദരിച്ചു. നവാഗത അവതാരകയ്ക്കുള്ള പുരസ്കാരം ജനം ടിവിയിലൂടെ ശ്രീരാമസാഗരം അവതരിപ്പിച്ച താര കുറുമാത്തൂർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജനം ടിവിക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ പാഞ്ചജന്യം ഭാരതം ഈ കർക്കിടക മാസത്തിൽ ജനം ടിവിയോടൊപ്പം സഹകരിച്ച് നിത്യവും ശ്രീരാമസാഗരം അവതരിപ്പിച്ചു വന്നത് ശ്രദ്ധേയമാണ്. രാമകഥാമാധുരി, രാമാമൃതം, രാമാനന്ദം എന്നീ ഖണ്ഡങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്ത പരിപാടി ഭക്തരെ ഏറെ സ്വാധീനിച്ചു. കർക്കിടകത്തോടൊപ്പം ശ്രീരാമസാഗരവും സമാപിക്കുകയാണ്. സമാപന സമ്മേളനം കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ വിപുലമായി നടന്നു. പാഞ്ചജന്യം ഭാരതം ദേശീയ ചെയർമാൻ ഡോക്ടർ TP ശശികുമാർ അധ്യക്ഷനായ ചടങ്ങ് സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചജന്യത്തിന്റെ സംഘാടകർ എന്നെ വിളിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ പത്മഭൂഷൺ നമ്മുടെ സർക്കാർ അദ്ദേഹത്തിൻ്റെ വേണ്ടി സമർപ്പിച്ച പത്മഭൂഷൺ അവാർഡ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയെ ആദരിക്കാൻ ദേവൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അത്ഭുതപ്പെട്ടുപോയി. ഞാൻ അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഒരു യോഗ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞാൻ എന്നെയാണ് ആദരിച്ച പോലെ എനിക്ക് തോന്നുന്നു. അത് വലിയൊരു മുഹൂർത്തമായിട്ട് ഞാൻ കാണുകയാണ്. പാഞ്ചജന്യം ഭാരതം ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് കല്ലേത്ത്, ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ MB നടേശൻ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. ചടങ്ങിൽ പാഞ്ചജന്യം ഭാരതം പ്രഥമ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം SNDP ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് നൽകി ആദരിച്ചു. അറുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ കണിച്ചുകുളങ്ങര ദേവിയുടെ ദാസനായിട്ട് ആണ് ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ആ മാർഗത്തിലാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. അതിനെന്നും എനിക്ക് താങ്ങായി, തണലായി, ഐശ്വര്യമായി എന്നും എൻ്റെ ദേവി എൻ്റെ പുറകിലുണ്ട്. നവാഗത അവതാരകയ്ക്കുള്ള പ്രഥമ സനൽപൊട്ടി സ്മാരക പാഞ്ചജന്യം കലാഭാരതി മാധ്യമ പുരസ്കാരം താര കുറുമാത്തൂർ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഏറ്റുവാങ്ങി. ശ്രീരാമസാഗരം ക്രിയേറ്റീവ് ഡയറക്ടർ സനു സത്യൻ, ജനം TV കൊല്ലം ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടർ M മനോജ് എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. താന്ത്രികാചാര്യൻ വിനീത് ഭട്ട്, ഗാന്ധിഭവൻ സ്ഥാപക ചെയർമാൻ പുനലൂർ സോമരാജൻ തുടങ്ങിയവർക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. പ്രീതി നടേശൻ, സ്വാമി സത്സ്വരൂപാനന്ദ,
സ്വാമി സത് ഈശ്വരാനന്ദ, പി വേണുഗോപാല AS, ബി രാധാകൃഷ്ണൻ